ഇത് ഉസ്മ അഹമ്മദിന്റെ കഥയാണ്. പുതിയ സംഘടനയിലൂടെ മാതൃകയാകാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ മോചിപ്പിച്ച ഉസ്മ അഹമ്മദ്. 2017 വാർത്തകളിൽ നിറഞ്ഞുനിന്ന പേരാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ ഹൈക്കമ്മീഷൻ മോചിപ്പിച്ച ഉസ്മ അഹമ്മദ്. 17 മലേഷ്യയിൽ വച്ച് ഒരു പാകിസ്ഥാൻ പൗരനുമായി ഉസ്മ പ്രണയത്തിലായി. എന്നാൽ പിന്നീട് പുറത്തുവന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതായിരുന്നു. പാകിസ്ഥാനിലെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായ ഖൈബർ പഖ്തൂൺഖ്വയിൽ 1 മാസത്തോളം അയാൾ ഉസ്മയെ തടവിൽ പാർപ്പിച്ചു. നിലവിൽ ഒരു പാർലർ നടത്തിപ്പുകാരിയാണ് ഉസ്മ അഹമ്മദ്. 2 വർഷം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ശേഷമാണ് ജീവിതത്തിലെ കൈപ്പേറിയ ദുരനുഭവത്തിൽ നിന്നും മുക്തയാവാൻ ഉസ്മയ്ക്ക് സാധിച്ചത്. പാകിസ്ഥാനിലുണ്ടായ വേദനാജനകമായ അനുഭവങ്ങളാണ് സമാനമായ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് മുൻകൈയെടുക്കാൻ ഈ പെൺകുട്ടിക്ക് പ്രചോദനമായത്. പാകിസ്ഥാനിൽ തടവിലുള്ള സ്ത്രീകളെ സഹായിക്കാൻ ഡോട്ടർ ഓഫ് ഇന്ത്യ എന്നു പേരുള്ള ഒരു സന്നദ്ധ സംഘടനയും ഹെൽപ്പ് ലൈൻ നമ്പറും തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട് ഉസ്മ. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായവരോട് പറയാൻ ഒന്നേ ഉള്ളൂ ഉസ്മയ്ക്ക്: കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ നിന്നും കഴുകിക്കളഞ്ഞ് ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുക എന്നതാണ് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തിയ തന്നെ സ്വീകരിക്കാൻ ആളുകൾ തയ്യാറായിരുന്നില്ലെന്നും ഉസ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മാനസികമായി ഏൽപ്പിച്ച മുറിവ് വളരെ വലുതായിരുന്നു. അതിൽ നിന്നൊക്കെ മുക്തയാകാൻ തനിക്ക് 2 വർഷം വേണ്ടിവന്നു എന്ന് പറയുന്നതിനൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് നന്ദി പറയാനും ഉസ്മ മറക്കുന്നില്ല. തനിക്കൊരു 2ാം ജന്മം തന്നത് സുഷമ സ്വരാജാണ്. അവർ എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ്. എൻ്റെ ബ്യൂട്ടി പാർലറിൽ വന്നില്ലെങ്കിലും ആശംസകൾ നേർന്നിരുന്നു. ഉസ്മ അഹമ്മദ് പറയുന്നത് ഇതുതന്നെയാണ്. പാകിസ്ഥാനിലെ തൻ്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയുടെ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും സിനിമയുടെ നിർമ്മാതാവായ രാഗേഷ്ജിക്ക് നന്ദി പറയുകയാണെന്നും ഉസ്മ പറയുന്നുണ്ട്. അതായത് ജീവിതത്തിലേക്ക് ഉസ്മയെ മടക്കി കൊണ്ടുവന്നത്, പാകിസ്ഥാനിലെ ആ ദുരനുഭവത്തിൽ നിന്നും ഉസ്മയെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ്, സുഷമ സ്വരാജാണെന്ന് ഉസ്മ അടിവരയിട്ട് പറയുമ്പോൾ അത് സുഷമ സ്വരാജിൻ്റെ ഒരു നയതന്ത്ര ഇടപെടലിൻ്റെ ഒരു പൊന്തൂവൽ കൂടിയാണ്. സുഷമ സ്വരാജ് എന്ന വ്യക്തിയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒരു ഇടം കൂടിയാണത്. പ്രത്യേകിച്ചും ഗാസയിലെ പോരാട്ടങ്ങൾക്കൊടുവിൽ അവിടെയുള്ള നഴ്സുമാരെ തിരികെ എത്തിക്കാൻ സുഷമ സ്വരാജ് നടത്തിയ ശ്രമങ്ങൾ, അന്ന് നഴ്സുമാർ നടത്തിയ നന്ദി പ്രകടനങ്ങളൊക്കെ രാജ്യം മറന്നിട്ടില്ല, കേരളവും മറന്നിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ദുരനുഭവത്തിൽ നിന്നും ഉസ്മയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സുഷമ സ്വരാജ് പ്രവർത്തിച്ചതും ഈ ജീവിതത്തിന് 2ാം ജന്മത്തിന് കടപ്പാട് സുഷമ സ്വരാജ് ആണെന്ന് ആ പെൺകുട്ടി ആവർത്തിക്കുന്നത്.